ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച നവജനശക്തി കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. നവജനശക്തി കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തക കൺവെൻഷൻ ചെറുട്ടി റോഡ് ഗാന്ധിഗൃഹം ഹാളിൽ നടന്നു. ഫാസിസ്റ്റ് ശക്തികൾ എല്ലാ മേഖലയിലും പിടിമുറുക്കുന്ന ഘട്ടത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യത്തോടെയാണ് കാണേണ്ടതെന്നും പൗരത്വ വിഷയത്തിൽ രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കുവാനുള്ള നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ രാജ്യത്ത് മതേതര സഖ്യം അധികാരത്തിൽ വരണമെന്നും നവജനശക്തി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ തെരഞ്ഞെടുപ്പ് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. രാജ്യത്ത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളെ ഓരോ ദിവസം കൂടുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനെതിരെ, ഈ രാജ്യത്ത് നടക്കുന്ന വിഭജന രാഷ്ട്രീയത്തിനെതിരെ രാജ്യത്ത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് അധികാരത്തിൽ വേണമെന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില സംസ്ഥാനങ്ങൾ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള, അമൃത്സർ ഉൾപ്പെടെയുള്ള ചില പാർലമെന്റ് സീറ്റുകളിൽ 4 പാർലമെന്റ് സീറ്റിൽ നവജനശക്തി കോൺഗ്രസ് തനിച്ച് മത്സരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രവർത്തിക്കുവാനും കൺവെൻഷൻ തീരുമാനിച്ചു. പാർലമെന്റ് കമ്മിറ്റി കൺവീനർ MG മണിലാൽ അധ്യക്ഷത വഹിച്ചു. അനീഷ് മലാപ്രമ്പ്, കബീർ അരക്കിണർ, KK മുഹമ്മദ് ചേളന്നൂർ, ഗരീഷ് മാവൂറോഡ്, നിസാർ പുതിയങ്ങാടി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗൾഫ് മടവൂർ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. മടവൂർ